പി എസ് സി ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മളൊന്ന് പരിചയപ്പെടാം. നോ സൂണർ ദാൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ രണ്ട് കേസസ് ആദ്യം പരിചയപ്പെടുത്തുക. ഈ രണ്ട് കേസസ് അറിയാമെങ്കിൽ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. കേസ് 1 എന്ന് പറയുന്നത് നമ്മളിവിടെ എങ്ങനെയാണ് ഈ നോ സൂണർ ഉപയോഗിച്ചിട്ട് ഒരു സെന്റൻസ് എഴുതുക എന്നതിന്റെ ഒരു ഘടനയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കേസ് 1 ആയിട്ടും കേസ് 2 ആയിട്ടും പരിചയപ്പെടുത്തുന്നത്. അവിടെ ഫസ്റ്റ് നമ്മളെപ്പോഴും ഒരു സെന്റൻസ് നോ സൂണർ വെച്ച് എഴുതാൻ പോവുകയാണെങ്കിൽ ആ സെന്റൻസിന്റെ തുടക്കത്തിലായിരിക്കും നോ സൂണർ വരിക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നോ സൂണർ എന്ന് പറയുന്നത് എഴുതുക. അതിനുശേഷം നമ്മളൊരു ഓക്സിലറി വെർബാണ് എഴുതുന്നത്. അത് ഡിഡ് ആയിരിക്കാം, അതുപോലെ തന്നെ ഹാഡ് ആയിരിക്കാം. നമ്മൾ ഫസ്റ്റ് കേസിലേക്ക് വരുമ്പോൾ നമ്മളവിടെ ചൂസ് ചെയ്യുന്നത് ഡിഡ് ആണ്. അപ്പോൾ നോ സൂണറിന്റെ കൂടെ വരുന്ന രണ്ട് ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഡിഡും ഹാഡും ആണെന്ന് ഇവിടെ വെച്ച് തന്നെ പഠിച്ചു വെച്ചേക്കുക. അതിൽ നമ്മൾ ഒന്നാമത്തെ കേസിൽ ഡിഡ് വെച്ച് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് നോക്കാം. അതിനുശേഷം ഹാഡ് വെച്ച് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങളും പരിശോധിക്കാം. അപ്പോൾ ഇവിടെ ഡിഡ് ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എഴുതുക. സബ്ജക്റ്റ് എഴുതുക എന്ന് പറയുമ്പോൾ ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, അതുപോലെ തന്നെ നൗൺസ് ഒക്കെ അവിടെ സബ്ജക്റ്റ് ആയിട്ട് വരാം. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്യണം വെർബ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? V1 ഫോം ആയിരിക്കണം. വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം നമ്മളവിടെ ചൂസ് ചെയ്യേണ്ട വെർബ്. അതിനുശേഷം ദാൻ വരുന്നു. അപ്പം നോ സൂണറിന്റെ കൂടെ വരേണ്ടത് ദാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പം നോ സൂണർ, അതിനുശേഷം ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചൂസ് ചെയ്തു, പിന്നെ സബ്ജക്റ്റ് എഴുതി, ഡിഡ് ചൂസ് ചെയ്തുകൊണ്ട് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് എഴുതേണ്ടത്. അതിനുശേഷം ദാൻ വരുന്നു. ഇനി നോക്കുക, അടുത്തതായിട്ട് കേസ് 2ലേക്ക് വരുമ്പോൾ നോ സൂണർ വരുന്നു. നോ സൂണർ നമ്മൾ തുടക്കത്തിൽ എഴുതി. അതിനുശേഷം നമ്മൾ ചൂസ് ചെയ്ത ഓക്സിലറി വെർബ് ഏതാണ്? ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ്. അതിനുശേഷം നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നു. അതിനുശേഷം വെർബിന്റെ V3 ഫോമാണ് എഴുതുന്നത്. വെർബിന്റെ ഏത് ഫോമാണ് എഴുതുന്നത്? V3 ഫോമാണ് എഴുതേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ ദാൻ എഴുതുന്നു. അപ്പോൾ എന്താണ്? രണ്ട് സെന്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോ സൂണറിൽ വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നോ സൂണർ, അതിനുശേഷം ഡിഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്. ഡിഡ് വരികയാണെങ്കിൽ വെർബിന്റെ V1 ഫോമാണ്. അതുപോലെ തന്നെ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ദാൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ കേസിൽ നോ സൂണർ വന്നു, ഹാഡ് നമ്മൾ എടുക്കുന്നു, പിന്നെ സബ്ജക്റ്റ് എഴുതുന്നു. ഹാഡ് വന്നതുകൊണ്ട് V3 ഫോം ഓഫ് ദ വെർബാണ്. പിന്നീട് നമ്മൾ ദാൻ ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കേസസ് അറിയാമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിലും നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കുക, കേസ് 1ഉം കേസ് 2ഉം ഓർത്തിരിക്കണം. നോ സൂണർ, ഡിഡ്, സബ്ജക്റ്റ്, V1 ഫോം ഓഫ് ദ വെർബ്, അതിനുശേഷം ദാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ നോ സൂണർ, ഹാഡ് ആണ് ചൂസ് ചെയ്യുന്നത്, സബ്ജക്റ്റ്, അപ്പോൾ വെർബ് V3 ഫോമാണ്, അതിനുശേഷം ദാൻ. ഇനി നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ നോ സൂണറിന്റെ കൂടെ രണ്ട് ഓക്സിലറി വെർബാണ് ചൂസ് ചെയ്യുന്നത്. ഒന്ന് ഡിഡും ഹാഡുമാണ്. അതിൽ ഡിഡ് വന്നാൽ V1 ഫോം ഓഫ് ദ വെർബും, ഹാഡ് വന്നിട്ടുണ്ടെങ്കിൽ V3 ഫോം ഓഫ് ദ വെർബുമാണ് ചൂസ് ചെയ്യുന്നത്. ഇനി പരീക്ഷകൾക്ക് രണ്ട് സെന്റൻസുകൾ നൽകിയിട്ട് നോ സൂണർ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് നോ സൂണർ വെച്ച് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സെന്റൻസ് നമ്മളിപ്പോൾ കേസ് 1 കേസ് 2 പഠിച്ച പോലെ തന്നെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുക. രണ്ടാമത്തെ സെന്റൻസിന്റെ തുടക്കത്തിലോ വാക്കങ്ങോട്ട് കളഞ്ഞിട്ട് ദാൻ എന്ന് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് സെന്റൻസിനെയും നോ സൂണർ വെച്ചിട്ട് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഓർക്കുക. അപ്പോൾ രണ്ട് സെന്റൻസ് ആയിരുന്നു. അതിന് നോ സൂണർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവിടെ നോ സൂണർ ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കേസ് 1 കേസ് 2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നോ സൂണർ വെച്ചിട്ട് എഴുതുക. രണ്ടാമത്തെ സെന്റൻസിന്റെ ആദ്യത്തെ വാക്ക് എന്താണ്? അങ്ങ് കളഞ്ഞിട്ട് അവിടെ എന്ത് ചേർത്താൽ മതി? കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ദാൻ അങ്ങ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് സെന്റൻസിനെയും നോ സൂണർ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി എക്സാമ്പിളിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതാണ്. നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഐ വെന്റ് ടു ക്ലാസ് സൂൺ ഐ ഫെൽ അസ്ലീപ്പ് എന്നതാണ് നമ്മുടെ എക്സാമ്പിൾ. ഇതെങ്ങനെയാണ് നോ സൂണർ വെച്ച് എഴുതാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് നമ്മൾ എന്താണ് നോ സൂണർ എഴുതുക. ഏതൊരു സെന്റൻസിന്റെയും തുടക്കത്തിലാണ് നോ സൂണർ എഴുതേണ്ടത്. അതിനുശേഷം നമ്മളിവിടെ ഒന്നാമത്തെ കേസിലൂടെയാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഡിഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ചൂസ് ചെയ്തു. അതിനുശേഷം സബ്ജക്റ്റ് ഐ ആണ്. ഇവിടെ സബ്ജക്റ്റ് ഐ ആണ്, അത് നമ്മളവിടെ എഴുതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? വെർബിലേക്ക് വരിക. ഇവിടെ വെർബ് എന്ന് പറയുന്നത് വെന്റ് ആണ്, പക്ഷേ നമ്മളിവിടെ ഡിഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് V1 ഫോം ഓഫ് ദ വെർബാണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്തിലേക്ക് വന്നു? ഗോ എന്ന് പറയുന്നത് എടുത്തു. അതായത് വെന്റിന്റെ V1 ഫോം എന്ന് പറയുമ്പോൾ ഗോയും ഉണ്ട്, അതുപോലെ തന്നെ ഗോസും ഉണ്ട്. നമ്മൾ പ്ലൂറലാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഗോ വരുന്നു. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഗോ എടുക്കുന്നു. ഇനി ഹി ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മളവിടെ ഗോസ് എന്നാണ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ V2 ഫോം വെന്റ് ആണ്, അതുപോലെ തന്നെ V3 ഫോം ഗോൺ ആണെന്ന് കാര്യം ഓർക്കുക. ഗോ, വെന്റ്, ഗോൺ എന്നാണ് വരിക. അപ്പോൾ നമ്മളിവിടെ ഗോ എന്ന് ചൂസ് ചെയ്തു. അതിനുശേഷം പിന്നീട് വരുന്നത് ടു ക്ലാസ് ആണ്. ഇനി അടുത്ത സെന്റൻസ് ഇവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്താണ്? ഈ സൂൺ അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നമ്മളവിടെ ദാൻ എന്ന് കൊടുത്തിട്ട് ഐ ഫെൽ സ്ലീപ്പ് എന്ന് എഴുതി. അപ്പോൾ നമ്മൾ നോ സൂണർ വെച്ചിട്ട് ആ ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്തു. നോ സൂണർ ഡിഡ് ഐ ഗോ ടു ക്ലാസ് ദാൻ ഐ ഫെൽ സ്ലീപ്പ്. അങ്ങനെ നമുക്ക് എന്താണ് നോ സൂണർ വെച്ചിട്ട് കേസ് 1 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ആ ഒരു സെന്റൻസ് നമ്മൾ ഫോം ചെയ്തു. ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വിവിധ രീതികളുണ്ട്. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ തന്നിരിക്കുന്ന സെന്റൻസ് നോ സൂണർ ഡിഡ് ഐ ഗോ ടു ക്ലാസ്, അവിടെ ഒരു ബ്ലാക്ക് ഇട്ട് ഐ ഫെൽ സ്ലീപ്പ് എന്ന് വന്നു. അപ്പോൾ നമുക്കിവിടെ എന്താണ്? നോ സൂണർ ആണ് വന്നത്. ഇവിടെ നമ്മുടെ എന്താണ്? ഓക്സിലറി വെർബ് ഡിഡ് ആണ്, അതുപോലെ തന്നെ വെർബ് ഗോ ആണ്, അതെല്ലാം തന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താണ്? ഒരു കണക്റ്റിംഗ് ലിങ്കിന്റെ അഭാവമാണുള്ളത്. അപ്പോൾ നമുക്കറിയാം നോ സൂണർ വന്നിട്ടുണ്ടെങ്കിൽ ദാൻ ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മളവിടെ ദാൻ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് നമ്മൾ ചൂസ് ചെയ്തു.
ഇനി നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കാം. നോ സൂണർ ഒരു ബ്ലാങ്ക് ഇട്ടു ഐ ഗോ ടു ക്ലാസ് ദാൻ ഐ ഫെൽ എ സ്ലീപ്പ് എന്ന് വന്നു. അപ്പം നോ സൂണർ കഴിഞ്ഞിട്ട് ഇനി എന്താണ് വേണ്ടത് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്സിലറി വെർബാണ് വേണ്ടത്. ആ ഓക്സിലറി വെർബ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ വെർബ് നോക്കി ചൂസ് ചെയ്യണം. അതായത് ഇവിടെ V1 ഫോം ഓഫ് ദ വെർബാണ്, അതുകൊണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഡിഡ് ആണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷനിൽ ഡിഡും ഹാർഡും ഉണ്ടായിരിക്കും. അതിൽ ഏത് ചൂസ് ചെയ്യണം? ഡിഡ് ചൂസ് ചെയ്യണം. ഇനി നോ സൂണർ ഡിഡ് ഐ ഒരു ബ്ലാങ്ക് ഇട്ടിരിക്കുന്നു ടു ഗോ ദാൻ ഐ ഫെൽ എ സ്ലീപ്പ് എന്നാണ് തന്നത്. അപ്പോൾ ഇവിടെ നോ സൂണർ ഡിഡ്, അതായത് ഇവിടെ നോ സൂണർ കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബ് എന്ത് വന്നിട്ടുണ്ട്? ഡിഡ് എന്ന് വന്നിട്ടുണ്ട്. ഐ ഇവിടെ സബ്ജക്റ്റും വന്നിട്ടുണ്ട്. പിന്നെ വരേണ്ടത് എന്താണ്? വെർബാണ്. അപ്പോൾ ഡിഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെർബ് ചൂസ് ചെയ്യേണ്ടത്. വെർബ് എന്ന് പറയുന്നത് V1 ആണ് വരേണ്ടതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം. എന്താണ്? ഇവിടെ ഗോയും തന്നിട്ടുണ്ട്, ഗോസും തന്നിട്ടുണ്ട്. ഇവിടെ ഐ ആണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്യണം? ഗോയാണ് ചൂസ് ചെയ്യേണ്ടത്. ഐ ആണ് വരുന്നത്, അതുകൊണ്ട് നമ്മൾ എന്ത് ചൂസ് ചെയ്തു? ഗോയാണ് അവിടെ ചൂസ് ചെയ്യുന്നത്. V1 ഫോം ഓഫ് ദ എന്താണ് ഗോയിൻ്റെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗോയും ഗോസും ഉണ്ട്. അതിനുശേഷം പിന്നീട് വെൻഡ് വരുന്നു V2 ആയിട്ട്. അതിനുശേഷം പിന്നീട് ഗോൺ ആണ് വരുന്നത്. അത് പഠിച്ചിരിക്കണം. V1ഉം V2ഉം V3യും കുറേ വെർബിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ വെർബിൻ്റെ ഒക്കെ പഠിച്ചു വെക്കുക. അത് പരീക്ഷയ്ക്ക് എപ്പോഴും ഗുണപ്രദമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ഒരു 3 മോഡലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന കേസ് 2 വെച്ചിട്ട് നമ്മൾ മേൽപ്പറഞ്ഞ ആ സെൻറ്റൻസ് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നോ സൂണർ എഴുതി. അതിനുശേഷം പിന്നീട് നമ്മൾ ഓക്സിലറി വെർബായിട്ട് ഇവിടെ ചൂസ് ചെയ്യുന്ന ഹാഡാണ് ചൂസ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് ഇവിടെ നിന്ന് ഐ ആണ്. അപ്പം നമ്മൾ ഐ അങ്ങ് ചൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ വെർബിൻ്റെ V3 ഫോം ആണ്, ഹാർഡാണ് ഇവിടെ ചൂസ് ചെയ്തത്. അതുകൊണ്ട് വെർബിൻ്റെ V3 ഫോം എഴുതണം. നമ്മൾ പറഞ്ഞു ഗോ, ഗോസ്, അതുപോലെ തന്നെ വെൻഡ്, ഗോൺ ആണ്. അപ്പോൾ ഗോയിൻ്റെ V3 ഫോം എന്ന് പറയുമ്പോൾ ഗോൺ ആണ്. അത് നമ്മൾ അവിടെ ചൂസ് ചെയ്തു. അതിനുശേഷം ടു ക്ലാസ്, പിന്നെ ആ രണ്ട് സാധനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദാൻ യൂസ് ചെയ്തു. ഐ ഫെൽ എ സ്ലീപ്പ്. അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഹാർഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് ഉപയോഗിച്ചുകൊണ്ട് നോ സൂണറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സെൻറ്റൻസും ഫോം ചെയ്തു. നോ സൂണർ ഹാഡ് ഐ ഗോൺ ടു ക്ലാസ് ദാൻ ഐ ഫെൽ എ സ്ലീപ്പ് എന്നതാണ് അവിടെ നമ്മുടെ സെൻറ്റൻസ്. ഇവിടെ നമ്മൾ മേൽ പറഞ്ഞ പോലെ തന്നെ മോഡലായിട്ട് ഇവിടെ എന്താണ്? ഈ നോ സൂണർ വന്നു. നോ സൂണർ ഇവിടെ ഒരു ബ്ലാങ്ക് ഇട്ട് ഐ ഗോൺ ടു ക്ലാസ് ദാൻ ഐ ഫെൽ എ സ്ലീപ്പ് എന്ന് ചോദിക്കാം. ആ സമയത്ത് നിങ്ങൾ നോ സൂണർ ഇവിടെ നേരെ വെർബിലേക്ക് പോകുമ്പോൾ V3 ഫോം ആണ്, അതുകൊണ്ട് ഇവിടെ ഹാഡ് ചൂസ് ചെയ്യുക. ഇനി ചിലപ്പോൾ പരീക്ഷയ്ക്ക് നോ സൂണർ ഹാഡ് ഐ ഇവിടെ ഒരു ബ്ലാങ്ക് ഇട്ട് ടു ക്ലാസ് ദാൻ ഐ ഫെൽ എ സ്ലീപ്പ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഹാർഡാണ് വന്നതുകൊണ്ട് തന്നെ വെർബിൻ്റെ V3 ഫോം ഉണ്ടോ എന്ന് നോക്കുക. അത് ചെക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ഉത്തരമായിട്ട് വരും. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യങ്ങളൊക്കെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടുക. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു മാർക്ക് നമുക്ക് നമുക്ക് OMR ഷീറ്റിലൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ 3 എക്സാമ്പിളിലൂടെ പോയി കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നോ സൂണർ ഹാഡ് ഷീ ഹാഡ് ദ സാഡ് ന്യൂ ഡാഷ് ഷീ ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ് എന്നാണ് നമ്മുടെ എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷനിലേക്ക് വരുമ്പോൾ വെൻ ഉണ്ട്, ദാൻ ഉണ്ട്, ആൻഡ് ഉണ്ട്, ദെൻ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നോ സൂണർ വരുമ്പോൾ അവിടെ ദാൻ ആണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഇവിടെ ഓപ്ഷൻ B ആയിട്ട് തന്നിരിക്കുന്ന ദാൻ ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ പരിചയപ്പെടാം. നോ സൂണർ ഡിഡ് ഹി ഡാഷ് ദ ഗേറ്റ് ദാൻ ദ ബെൽ റാങ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നോ സൂണർ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിനുശേഷം ഓക്സിലറി വെർബായിട്ടുള്ള ഡിഡ് വന്നിട്ടുണ്ട്. നമ്മൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ വെർബുകളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഏത് വെർബ് ചൂസ് ചെയ്യണം എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിഡ് ആണ് വരുന്നെങ്കിൽ V1 ഫോം ഓഫ് ദ റീച്ച് ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് റീച്ച്ഡ്, റീച്ച്, ഹാഡ് റീച്ച്ഡ്, റീച്ചിങ് എന്ന ഓപ്ഷൻ തന്നു. അതിൽ V1 റീച്ച് ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്, റീച്ച് ആണ്. ഇനി അടുത്തത് നോ സൂണർ ഡിഡ് ഹി റിട്ടേൺ ഹോം ദാൻ ഹിസ് മദർ ഫെൽറ്റ് ഹാപ്പി എന്നാണ്. ഇതിൽ തെറ്റുള്ള ഭാഗം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ പരീക്ഷയ്ക്ക് ഓപ്ഷനായിട്ട് ഇപ്പോൾ ഡിഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ റിട്ടേൺ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ദാൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫെൽറ്റ് ഹാപ്പി എന്ന് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കിവിടെ തെറ്റായിട്ട് വരുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ നോ സൂണർ വെച്ചിട്ടാണ് ഈ ഒരു കാര്യം കണക്ട് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡിഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുക. നോ സൂണറിന് ശേഷം വരുന്ന ഓക്സിലറി വെർബ് ഡിഡ് ആണ്. അപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടണം. ഡിഡ് വന്നിട്ടുണ്ടെങ്കിൽ വെർബിൻ്റെ ഏത് ഫോം വരണം? V1 ഫോം വരണം. റീച്ച്ഡ് എന്ന് റിട്ടേൺഡ് എന്ന് പറയുന്നത് V1 ഫോം ആണോ? അല്ല. റിട്ടേണിൻ്റെ V1 ഫോം എന്ന് പറയുമ്പോൾ റിട്ടേൺ ആണ്. റിട്ടേൺ എന്നതാണ് V1 ഫോം. അവിടെ വരേണ്ടിയിരുന്നത് റിട്ടേൺ എന്നാണ് വരേണ്ടിയിരുന്നത്. അപ്പോൾ തെറ്റേതാണെന്ന് നമുക്ക് മനസ്സിലായി. V1 ആണ്. V1 വരാതെ റിട്ടേൺ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അതാണ് തെറ്റ്. ഓപ്ഷനിൽ റിട്ടേൺ ഏതാണോ തന്നിരിക്കുന്നത് ആ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലാണ് നോ സൂണർ വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ പറയുന്ന 2 കേസസും അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്ലാസ് അവസാനിക്കും മുമ്പ് നമുക്ക് ആ 2 കേസസ് ഒന്ന് വേഗത്തിൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് ഒന്ന് അവസാനിപ്പിക്കാം. നമ്മുടെ കേസ് ഒന്നെന്താണ്? നോ സൂണർ വരുന്നു. അതിനുശേഷം നമ്മൾ ഡിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ വെർബിൻ്റെ V1 ഫോമാണ് ചൂസ് ചെയ്യുക എന്ന കാര്യം ഓർത്തിരിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നോ സൂണർ ഡിഡ് സബ്ജക്റ്റ്, വെർബിൻ്റെ V1 ഫോം, അതിനുശേഷം ദാൻ വരുന്നു. ഇനി നമ്മൾ നോ സൂണർ വരുന്നു, അതിനുശേഷം ഹാഡ് എന്ന് പറയുന്ന ഓക്സിലറി വെർബാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ് ഇരുന്നു, അതിനുശേഷം V3 ഫോമാണ് എഴുതേണ്ടത്, പിന്നെ ദാൻ വരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ അറിയെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാർക്ക് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സാറ് പഠിപ്പിച്ചത്. അത് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള പഠിപ്പിച്ച ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഗുണപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു.